കൊല്ലത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലെ വനിതാ അനൗൺസർ ഇക്കുറി ഇടതുമുന്നണി സ്ഥാനാർത്ഥി. നടൻ എം മുകേഷിന് വേണ്ടി മൈക്കിലൂടെ വോട്ടഭ്യർത്ഥിച്ച അഡ്വക്കേറ്റ് വിനീത വിൻസെന്റിനെ കൊല്ലം കോർപ്പറേഷൻ പോർട്ട് ഡിവിഷനിൽ LDF സ്ഥാനാർത്ഥിയാക്കി. വികസന പ്രവർത്തനങ്ങൾ നടത്തുന്ന വികസന കുതിപ്പിന്റെ നായകൻ സഖാവ് എം മുകേഷിനെ അരിവാൾ ചുറ്റിക നക്ഷത്ര മലയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. ഇത് അന്ന്, ഇതേ വിനീത ഇന്ന് വിനീതയായി മൈക്കിലൂടെ അനൗൺസ്മെന്റ് നടത്തി കൊല്ലം കോർപ്പറേഷനിലെ പോർട്ട് ഡിവിഷനിൽ മത്സരിക്കുന്ന തന്നെ നിങ്ങളുടെ വിലയേറിയ വോട്ട് നൽകി വിജയിപ്പിക്കണമേ എന്ന് അപേക്ഷിക്കുന്നതും കേൾക്കാം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായിട്ടുള്ള സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വിനീത വിൻസെന്റ് ഈ വഴിത്താരയിലൂടെ കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ ഒരുവളായിട്ടുള്ള, നിങ്ങളുടെ മകളായിട്ടുള്ള, നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള പ്രിയപ്പെട്ടവൾ സഖാവ് അഡ്വക്കേറ്റ് വിനീത വിൻസെന്റ് ഈ വഴിത്താരയിലൂടെ കടന്നു വരികയാണ്. ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ കൊല്ലം പോർട്ട് ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വിനീത വിൻസെന്റിനെ അരിവാൾ നെൽക്കതിരടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കൊല്ലം കോർപ്പറേഷനിൽ വോട്ടുള്ള ഒരു വാർഡ് കൂടിയാണ്. 9000-ഓളം അടുത്ത് വരുന്ന വോട്ടർമാർ തിങ്ങി പാർക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. അപ്പോൾ ഈ കൊല്ലത്തെ സമഗ്ര വികസനം എന്ന് പറയുന്നത് ഈ പോർട്ടിൻ്റെ വികസനം കൂടിയാണ്. ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഇടതുപക്ഷ ഗവൺമെൻറ്റാണ് ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നത്. ആനുകൂല്യങ്ങളൊക്കെ ഇവിടെ എത്തിക്കണം. അതെ. അന്നും ഇന്നും തികഞ്ഞ പൊതുപ്രവർത്തക, ഇടതുപക്ഷ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ സജീവം. അഡ്വക്കേറ്റ് വിനീത വിൻസെന്റിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാനാകൂ. ആത്മാർത്ഥതയുടെ ആൾരൂപം. മത്സ്യത്തൊഴിലാളി കുടുംബാംഗമാണ് വിനീത. ഈ കൊല്ലം പോർട്ടിൽ ഇപ്പോൾ ജനപ്രതിനിധിയാകാൻ വേണ്ടി മത്സരിക്കുന്ന ഈ വിനീത ഒരു അഭിഭാഷക കൂടിയാണ്. അതുകൊണ്ട് തന്നെ നിയമപരമായി കൂടി സഹായങ്ങൾ ഒരുപക്ഷെ ഇവിടെയുള്ള ജയിച്ചു വന്നാൽ ഇവിടെയുള്ളവർക്ക് കിട്ടാനുള്ള സാധ്യത കൂടിയുണ്ട്. മാത്രമല്ല, മികച്ച ഒരു അനൗൺസ്മെൻറ്റ് നടത്തുന്ന വ്യക്തി കൂടിയാണ് നമ്മുടെ വിനീത. അത് കേട്ട് കാണുമല്ലോ. ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ.